സ്ഥലമാക്കി രാജസേനൻ ഒരുക്കിയ പുതിയ ചിത്രമാണ് ഇന്നാണ് ആ കല്യാണം. മറ്റൊരു രാജസേനൻ ചിത്രം കൂടി തിയേറ്ററുകളിൽ വൻ വിജയം നേടുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദിവസങ്ങൾ തിരികെ വരികയാണ്. ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി അഭിനേതാക്കളും സംവിധായകനും അതോടൊപ്പം ചിത്രത്തിലെ മനോഹര ഗാനങ്ങൾ നമുക്ക് നൽകിയ ഗായികയും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം തിരക്കഥയിലേക്ക്. ഒരു വിരൽ ദൂരമേ തമ്മിലുള്ളൂ, ഒരുമിച്ചു മാത്രമേ യാത്രയുള്ളൂ, ഒരിക്കലും കാണാത്ത മിഴികൾ നമ്മൾ. എല്ലാവർക്കും തിരക്കഥയിലേക്ക് സ്വാഗതം. സാർ, ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെ സാറിനോടാണ് ചോദിക്കാനുള്ളത്. കാരണം എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ശരാശരി സിനിമാ പ്രേക്ഷകർക്ക് എല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. രാജസേനൻ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ ഒരു ചിത്രം വരുമ്പോൾ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത്. ആ പ്രതീക്ഷ തെറ്റാതെ തന്നെയാണ് ഈ ചിത്രവും ജനഹൃദയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്രയും ഒരു വിജയം സാർ പ്രതീക്ഷിച്ചിരുന്നു? ഇന്നാണ് ആ കല്യാണം എന്ന സിനിമ ഒരു നല്ല കഥയെ കേന്ദ്രീകരിച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കും എന്നെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തെറ്റിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസം സിനിമ ഇങ്ങനെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സെൻറ്ററിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. പ്രത്യേകിച്ചും ഈ പ്രമേയം, കാസ്റ്റിംഗ്, മ്യൂസിക്, അങ്ങനെ ഫോട്ടോഗ്രാഫി, അങ്ങനെ എല്ലാ സെക്ഷനും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് രജിത്തിനെ ഇപ്പോൾ രജിത്ത് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വന്ന ഗോള എന്ന് പറയുന്ന ഫിലിമാണ്. അതിനുശേഷം ഇത്ര നാൾ കുറേ ഫിലിംസ് രജിത്ത് ചെയ്തു. എങ്കിലും എനിക്ക് തോന്നുന്ന വീണ്ടും സ്ട്രൈക്ക് ചെയ്ത തിയേറ്ററിൽ കണ്ട് ചെന്ന് രജിത്തിനെ കാണുമ്പോൾ ആ ഒരു എന്താ പറയുന്നത്, പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു ഇഷ്ടം. രജിത്ത് ഈ ഒരു കഥാപാത്രം, കാർത്തിക് എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം എങ്ങനെയാണ് രജിത്തിന്റെ അടുത്തേക്ക് വന്നത്? എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സന്തോഷമുള്ള സമയത്ത് ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. അപ്പോൾ എന്റെ അടുത്തേക്ക് കഥാപാത്രം വരുന്നത് തീർച്ചയായും രാജസേനൻ സാർ വിളിച്ച് മറ്റേ കഥ പറയുമ്പോഴാണ്. അപ്പോൾ രാജസേനൻ സാർ വിളിച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു 60% ഓക്കെയാണ്. കാരണം വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാല്ല. പിന്നെ കഥയും കൂടി കേട്ടപ്പോൾ പിന്നെ എന്താ പറയാ, എനിക്ക് വേറെ ഒന്നും ഒരു നോക്കാനോ അല്ലെങ്കിൽ ഡേറ്റ് നോക്കാനോ ഒന്നുമില്ല. ഞാൻ സാറിനോട് ആദ്യമേ പറഞ്ഞു, യെസ് ഐ ആം ഡൂയിങ് ഇറ്റ്. കാരണം ഇത്രയും ഒരു വലിയൊരു ക്യാരക്ടർ എനിക്ക് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ട്. മാത്രമല്ല ഒരു ലവ് സ്റ്റോറി, ഒരു എന്താ പറയാ, ദ സോ കോൾഡ് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി എന്ന് പറയാവുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ, അത് സാറിനെ പോലത്തെ ഒരു വലിയ ഡയറക്ടർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്യാമ്പസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാകുമ്പോൾ എനിക്ക് എന്നെ പോലത്തെ ഒരു യങ്സ്റ്ററിന് ചെയ്യാൻ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തീർച്ചയായും ഒരു മ്യൂസിക്കിനും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നല്ലൊരു കുടുംബ ചിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിനക്കുണ്ടോ എന്തോന്ന് പ്രണയം? ഈ വരികൾ കൂടി ആ പാട്ട് ചേർത്ത് ആ പാട്ടിലെ പ്രണയം പൂർത്തിയാവും. പരസ്പരം നമ്മൾ അറിയുന്നുവെങ്കിലും പരിചിതമായില്ല പ്രണയം. +2 എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാള യുവത്വത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു താരമാണ് അല്ലെ റോഷൻ? തീർച്ചയായിട്ടും. അപ്പോൾ അന്നൊക്കെ ഞങ്ങളൊക്കെ ശരിക്കും സംശയിച്ചു, മലയാളി തന്നെ ആണോ? ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ സാറിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെ, ഒരു സായിപ്പിന്റെ ലുക്കുണ്ട്. അപ്പൊ ഈ ഫിലിമിൽ തന്നെ ചില ഷോട്ടിലൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള ചില ഫ്രെയിമിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഫ്രെയിമിങ്ങിലൊക്കെ അദ്ദേഹം നിൽക്കുമ്പോൾ ശരിക്കും ഏതോ ഒരു വിദേശി വന്ന് അഭിനയിച്ച പോലെ തന്നെയാണ് തോന്നുന്നത്. പറഞ്ഞു ഹോളിവുഡിൽ നിന്ന് വന്ന. അതാണ്, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇറക്കാമായിരുന്നല്ലേ. അത് പല പേര് റോഷൻ എന്നാണ്, പൂച്ചക്കണ്ണുണ്ട്. അപ്പൊ ഹൃത്തിക് റോഷനുമായി പല സാമ്യങ്ങളും ഉണ്ട്. പക്ഷെ ലുക്കിലും അഭിനയത്തിലും കൂടുതൽ അത് വന്നാൽ തീർച്ചയായിട്ടും അത് ഉറപ്പാക്കിയില്ലേ. ഇപ്പൊ ഈ ഒരു സിനിമയിലൂടെ +2 നമ്മൾ കണ്ടെങ്കിലും അതിലൊക്കെ ഏറെ മെച്ചമായിട്ട് ഈ ഒരു സിനിമയിലും റോഷനെ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ കാരണം ഇതെന്റെ രണ്ടാമത്തെ സിനിമയാണ്. +2 എന്ന് പറയുന്നത് ചെറിയ ഒരു ചോക്ലേറ്റ് ബോയ് അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും രാജസേനൻ സാറിന്റെ ഈ മൂവിയിലിട്ട് മാറുമ്പോൾ ഈ കുഞ്ഞുമോൻ എന്നൊരു ക്യാരക്ടർ എന്റെ പേര്. അപ്പം ഇന്നാണ് ആ കല്യാണത്തിൽ എന്താ പറയുക, വളരെ ബോൾഡായിട്ട് എല്ലാവരെയും പേടിപ്പിച്ച് കുറച്ച് തലതെറിച്ചൊരു പയ്യനായിട്ടാണ് എൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിലേക്ക് കിട്ടാമെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് രാജസേനൻ സാർ എനിക്ക്
ഓഫർ ചെയ്തത്. എനിക്ക് എത്ര ഉണ്ടോ? അത് പിന്നെ മച്ചൂനല്ലേ, ഒരു 5-6 ലൈൻ ഉണ്ടാവും. എന്റെ ഫേവറേറ്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ആ കാർഡ് എനിക്കല്ലേ, അത് കാർത്തിക്കിനാ. മലർവാടി ആർട്സ് ക്ലബ് എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടിയാണ്. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സീക്വൻസോ അല്ലെങ്കിൽ ആ ഒരു സീൻസും നമ്മുടെ മനസ്സിൽ നിന്ന് മായ നിൽക്കുകയാണ്. മാളവികയുടെ ആ ഒരു കഥാപാത്രം. അതിനുശേഷം മാളവിക വീണ്ടും ഇതിൽ ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയുകയാണ്, നേരത്തെ ആ ഇന്റർവ്യൂവിൽ രാജേശ്വരി സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞിരുന്നു, എനിക്കറിയില്ല ആ കുട്ടി ഇത്ര ഒരു ഗ്യാപ്പ് വന്നത് എന്താണെന്ന്. ഞാൻ അത് അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് വന്നത് ഈ ഒരു സിനിമയ്ക്ക് ശേഷം? ശരിക്കും പറഞ്ഞാൽ മലർവാടിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലർക്ക് മാത്രമേ എന്നെ അറിയാൻ പറ്റുള്ളൂ. ചിലർ ചോദിക്കും മോളയിലുണ്ടോ എന്നെ, ലൈക്ക് ഈ ഫിസിക്കായിരുന്നില്ല അതില്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സാറിനോട് ബിഗ് താങ്ക്സ് ഉണ്ട്. ആ ഫിലിം കാണാതെ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. സാർ എന്തുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തതെന്ന് സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. പിന്നെ അതിലൊരു കുറച്ച് ട്രഡീഷണൽ ലുക്കാണ്, ഇതിൽ കുറച്ച് മോഡേൺ ആണ്. സോ സാർ പറഞ്ഞു കുറച്ച് സൂട്ടാവുന്ന മോഡേൺ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നീലിമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതില് എനിക്ക് തന്നത്. ഇന്നലെ നിന്റെ കഴുത്തിലും കാതിലും കിടന്നതെല്ലാം അമ്മ ഊരി കൊടുത്തില്ലേ? നിന്റെ കഴുത്തും കാതും ഇങ്ങനെ ഒഴിഞ്ഞിടക്കുന്ന കാണാൻ ഒട്ടും ഭംഗിയില്ല. സ്വർണ്ണമൊക്കെ എവിടെയെന്ന് നിന്റെ ഉമ്മ ചോദിക്കും, പാപ്പ ചോദിക്കും, എന്തു പറയും? മാത്രമല്ല അമ്മ എന്റെ സിസ്റ്ററിന്റെ അല്ലേ, നീ കൊടുത്തതൊക്കെ എന്റെ വക തന്നെ ആയിക്കോട്ടെ.